ഹായ് ഫ്രണ്ട്സ്, അൻഡു ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന പ്രകൃതി ദുരന്തത്തെ പറ്റിയിട്ടാണ്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രകൃതിക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നവംബർ മാസം അവസാനം വരെ ഈ ദുരാവസ്ഥ നീണ്ടു നിൽക്കുന്നതാണ്. കൊറോണ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദുരന്താവസ്ഥയേക്കാൾ വലിയ പ്രകൃതിക്ഷോഭമാവും നാം നേരിടേണ്ടി വരിക. അതിനുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഗ്രഹങ്ങളുടെ വ്യതിയാനവും കോമ്പിനേഷനും ഭൂമിക്ക് ഒട്ടും സുഖകരമല്ലാത്ത ഈ കാലഘട്ടം മനുഷ്യരാശിക്ക് വളരെ അപകടകരമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിയുടെ തീവ്രത നേരിടേണ്ടി വരിക ഈ ഓഗസ്റ്റ് മാസം അവസാനം വരെയാണ്. അതുകൊണ്ട് നാം വളരെ ജാഗൃതരായിരിക്കണം. ഈ കഴിഞ്ഞ കാലവർഷം വന്നു നമ്മെ ദുരന്താവസ്ഥയിലേക്ക് തള്ളിവിട്ടത് നാം ഓരോരുത്തരും ഓർക്കേണ്ട സമയമാണിത്. എന്തെന്നാൽ അതിൽ കൂടുതൽ ക്രൂരകൃത്യങ്ങൾ ചിലപ്പോൾ പ്രകൃതി ഈ കാലഘട്ടത്തിൽ കാണിച്ചെന്ന് വരാം. അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം കടൽക്ഷോഭമാണ്. 10-12 അടി ഉയരത്തിൽ കടൽ തിരമാലകൾ പൊങ്ങിയാൽ അതിനെ അതിജീവിക്കാനുള്ള കഴിവ് നാം നേടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ യുദ്ധ സാന്നിധ്യങ്ങളും മറ്റു രാജ്യങ്ങളുള്ള ശത്രുതാ ഉപദ്രവങ്ങളും ഇതെല്ലാം ഭാരതം നേരിടേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മളെ മാത്രം സ്നേഹിക്കുന്നു. പ്രകൃതിയെ കുത്തി നോവിക്കുമ്പോൾ നാം ഓർക്കുന്നില്ല പ്രകൃതി ഒരു നാൾ നമ്മളെ തിരിച്ചു കുത്തുമെന്ന്. ഇന്ന് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതി മനുഷ്യരാശിക്ക് എതിരായ ഈ കാലഘട്ടത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. എത്ര നല്ല ഭരണം കാഴ്ചവെച്ചാലും ആ ഭരണാധികാരികൾക്ക് പോലും ഗ്ലാനി സംഭവിക്കുന്ന ഈ കാലഘട്ടം വളരെ ദുരാവസ്ഥ നിറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഭരണാധികാരികൾ പറയുന്ന കാര്യം നാം പാലിക്കേണ്ടതാണ്. പറഞ്ഞു നിർത്താൻ പറ്റാത്ത പ്രകൃതിക്ഷോഭത്തെ ഒരുമിച്ച് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുക. അത് നാം വിശ്വസിക്കുക. വളരെ ശ്രദ്ധാപൂർവം അനുസരിക്കുക, അതിജീവിക്കുക. നാം ഉണ്ടെങ്കിലേ നമ്മുടെ കുടുംബമുള്ളൂ. കുടുംബമുണ്ടെങ്കിലേ നമ്മുടെ പരമ്പരയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം വാലറ്റ് പോകും. ചിന്തിക്കുക, വളരെയേറെ ശ്രദ്ധിക്കുക. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അറിവുള്ളവരുമായുള്ള ബന്ധങ്ങൾ മറ്റൊരു അറിവിലേക്ക് നമ്മളെ നയിക്കാം. ആ അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ എല്ലാവരും തയ്യാറായി എന്ന് വരില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അറിവും നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നതായിരിക്കും. ഞങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നിയേക്കാം. കാരണം ഞങ്ങൾ ഈ അറിവ് ലളിതമായ രീതിയിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വരും കാലങ്ങളിൽ വരുന്ന ഈ ഓരോ പ്രകൃതി മാറ്റവും നാം ഓരോരുത്തരും ശ്രദ്ധിച്ച് വാച്ച് ചെയ്യേണ്ടതാണ്. ഇന്നത്തെയും അന്നത്തെയും മാറ്റങ്ങൾ നിങ്ങൾ മനനം ചെയ്യുക. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഫലം പ്രകൃതി സ്വാതന്ത്ര്യമായി നമുക്ക് തിരിച്ചു തരട്ടെ. നന്ദി, നമസ്കാരം.